ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിന്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്നൊരു സോളാർ മോഡിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം 8 വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോളി ക്രിസ്റ്റൽ പാനൽസിനെ നമ്മൾ പുതിയ ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി വെച്ച് ഒന്ന് റീമോഡിഫൈ ചെയ്ത് പുതിയൊരു സിസ്റ്റമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന 260 വാട്ട്സിന്റെ 8 സോളാർ മോഡ്യൂൾസ് ആണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു 48 വോൾട്ട് സിസ്റ്റത്തിലായിരുന്നു, ലെഡ് ആസിഡ് ബാറ്ററികളായിരുന്നു. അപ്പോൾ ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷം ലെഡ് ആസിഡ് ബാറ്ററി റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിനെ ലിഥിയം ബാറ്ററി സിസ്റ്റത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 260 വാട്ട്സിന്റെ പോളി ക്രിസ്റ്റൽ പാനൽസ് ആണ്. ഏകദേശം 8 വർഷത്തോളം പഴക്കമായ പാനൽസ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിന്റെ ഓരോന്നിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വരുന്നത് 35 വോൾട്ടോളം വരുന്നുണ്ട്. ഇവിടെ 8 സോളാർ മോഡ്യൂൾസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ ഔട്ട്പുട്ടൊക്കെ ഇതിന്റെ റേറ്റഡ് പവറിൽ നിന്നൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും 8 പാനലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1500 വാട്ട്സ് എങ്കിലുമൊക്കെ റിയൽ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല വെയിലുള്ള ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പോളി ക്രിസ്റ്റൽ പാനൽസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. മഴക്കാലങ്ങളിലോ അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റിലോ ഒക്കെ ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ. എങ്കിലും നമ്മളിവിടെ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ ആയിട്ടാണ് സിസ്റ്റത്തിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഉള്ള ഒരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോളാറിൽ നിന്ന് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് സേവിങ്സ് ഉണ്ടാകേണ്ട ആവശ്യം വരുന്നില്ല. ആകെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു പകൽ ഫുള്ള് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ വീട്ടിലെ സപ്ലൈ ഉണ്ടാവണം, വീട്ടിലെ മറ്റ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കണം എന്നുള്ളതാണ് ഇവരുടെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ പലർക്കും പല റിക്വയർമെന്റ്സ് ആയിരിക്കും. ചിലർക്ക് അത് കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ഒരു ഉപാധിയായിരിക്കും, ചിലർക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ കിട്ടുന്ന അല്ലെങ്കിൽ KSB ഡിപ്പെൻഡ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ആയിരിക്കണം. അങ്ങനെ പല രീതിയിലാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റംസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ച് നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റംസിനെ മാറ്റി പല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളെ സംബന്ധിച്ച് അവിടെ പവർ സപ്ലൈ ഫ്ലക്ച്വേഷൻ ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പകൽ സമയത്ത് മിക്കപ്പോഴും കറണ്ട് കട്ടുകൾ അല്ലെങ്കിൽ ഒരു കാറ്റ് വീശിയ കറണ്ട് പോകുന്ന അതേ അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ, നമുക്ക് ലോ വോൾട്ടേജ് ഉള്ള സ്ഥലങ്ങൾ, ഹൈ വോൾട്ടേജ് ഉള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം നമുക്ക് പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഉപയോഗിക്കാൻ 220 വോൾട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഇതിന്റെ സപ്ലൈ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസിന് അങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ബാറ്ററി എന്നുള്ള ഒരു വിഷയം നമുക്ക് അവിടെ ഉണ്ട് എങ്കിൽ പോലും ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് പല രീതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിന്റെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പിലേക്ക് നമുക്ക് പോകാം. 3 kVA ലിഥിയം സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻഡോർ സെറ്റപ്പ് ആണ് കാണുന്നത്. ഇവിടെ ഗ്രാമ പ്ലസ് 3 kVA 24 വോൾട്ട് സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലിഥിയം അയോൺ കോമ്പാറ്റബിൾ ഇൻവെർട്ടർ ആണ്. അതുപോലെ തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 25.6 വോൾട്ട് 100Ah ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇത്തരത്തിലുള്ള പാക്കേജ് ഒരുപാട് വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഈ സിസ്റ്റത്തിന് ഒരേ ഒരു പ്രത്യേകതയേ ഉള്ളൂ. ഇതൊരു 7-8 വർഷം മുൻപ് ചെയ്തിരുന്ന ഒരു പഴയ ഓഫ് ഗ്രിഡ് സിസ്റ്റം. ആ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ 24 വോൾട്ട് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി പാക്കിലേക്ക് വന്നിരിക്കുകയാണ്. പഴയ ഒരു 48 വോൾട്ട് സിസ്റ്റം ആയിരുന്നു. അതിന്റെ ACDB DCDB സെറ്റപ്പുകളൊക്കെയാണ് കാണുന്നത്. അതെല്ലാം നിലവിൽ ഇപ്പോഴും വർക്കിംഗ് ആണ്. നമ്മൾ നിലവിലുള്ള 48 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി റീപ്ലേസ് ചെയ്ത ശേഷം ഇത്തരത്തിലുള്ള ഒരു 24 വോൾട്ട് 3 kV സിസ്റ്റത്തിലേക്ക് ഇതിനെ റീമോഡിഫൈ ചെയ്തിരിക്കുകയാണ്. 2000 രൂപ വരെ ബില്ല് വരുന്നവർക്ക് നല്ലൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് ഉപയോഗിക്കാം. അതിലൂടെ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കും. ഇതിൽ പവർ പ്ലഗുകൾ ഒഴിച്ചാൽ അല്ലെങ്കിൽ പവർ ഡിവൈസുകൾ ഒഴിച്ച് എല്ലാ ഡിവൈസുകളും നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറയുന്ന ഡിവൈസുകൾ AC, മോട്ടോർ തുടങ്ങിയ ഉപകരണങ്ങളാണ്. ബാക്കി വീട്ടിലുള്ള ലൈറ്റുകൾ, ഫാനുകൾ, അതുപോലെ തന്നെ മിക്സി, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഴയ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ചെയ്ത് അതിന് കാലാവധി കഴിഞ്ഞ് ലെഡ് ആസിഡ് ബാറ്ററി മാറാറായ ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളിലേക്ക് മാറാവുന്നതാണ്. വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള പീക്ക് ലോഡ് ടൈമിൽ നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ സിസ്റ്റങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി 3 kVA ഇൻവെർട്ടർ, അതിനോട് തന്നെ നമുക്ക് 590 അല്ലെങ്കിൽ 600 വാട്ട്സിന്റെ 2 ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ഏരിയ മാത്രം മതിയാവും ഇത് വെക്കാനായിട്ട്. പാനൽ വെക്കാൻ അതുപോലെ തന്നെ 2 പാനൽ മാത്രമേ വരുന്നുള്ളൂ. ഇൻവെർട്ടറിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻസ് സപ്ലൈ നിലവിൽ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മെയിൻസ് 0 ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് 1/2 യൂണിറ്റോളം വൈദ്യുതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോളാർ പാനലിൽ നിന്ന് വരുന്ന ആംബിയർ 6.2 ആംസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. സോളാർ പാനൽ വോൾട്ട് 2 പാനലുകൾ നമ്മൾ നിലവിൽ സീരീസ് ചെയ്തിട്ട് അതിന്റെ 4 സ്ട്രിങ്ങുകളാണ് മുകളിൽ 2 പാരൽ ചെയ്ത് 2 സ്ട്രിങ്ങുകൾ താഴത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 13% ആണ് ഇപ്പോൾ ലോഡുള്ളത്. ഇവിടെ സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. KSB സപ്ലൈ കൊടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഏത് മോഡ് ഉപയോഗിച്ചാലും നമുക്ക് ഒരേ എഫക്ട് തന്നെയാണ്. 50 ഹെർട്സ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി, 220 വോൾട്ട് സപ്ലൈ കാണിക്കുന്നുണ്ട്.
ബാറ്ററിയിലേക്ക് 0.6 ആംപിയറാണ് ചാർജ് ചെയ്യുന്നത്. കാരണം ബാറ്ററി ഓൾമോസ്റ്റ് ഫുൾ ആണ്. 27.9 വോൾട്ട് കട്ട് ഓഫിലായിട്ടുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ലെഡ് ആസിഡ് ബാറ്ററികളൊക്കെ വെച്ച് ചെയ്ത സിസ്റ്റംസ് ഓൾമോസ്റ്റ് ബാറ്ററികളൊക്കെ ഡെഡ് കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും വീണ്ടും ലെഡ് ആസിഡ് ബാറ്ററികളിലേക്ക് പോകാനായിട്ട് ആൾക്കാർക്ക് മടിയുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള 24, 48, 96 വോൾട്ട് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി സിസ്റ്റങ്ങളിലേക്ക് മാറാവുന്നതാണ്. നമ്മൾ 12 വോൾട്ട് മുതൽ 120 വോൾട്ട് വരെയുള്ള നിരവധി ലിഥിയം ബാറ്ററി പാക്ക് സിസ്റ്റംസ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ലാത്തവർക്ക് എടുത്തുനിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ മോഡിഫിക്കേഷൻ വീഡിയോസുമായിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.